മോർണിംഗ് വോയിസ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. എൻ്റെ എല്ലാ പ്രിയ സ്നേഹിതർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 47 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-2 അധ്യായത്തിൽ നിന്നും 3-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നാം അല്പമായി വിചിന്തനം ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് അതിൻ്റെ 12-ാം വാക്യം വായിച്ച് അതിൽ നിന്നും ചില ആത്മീയ ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു തൂണാക്കും, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. എൻ്റെ ദൈവത്തിൻ്റെ നാമവും എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമവും എൻ്റെ പുതിയ നാമവും ഞാൻ അവൻ്റെ മേൽ എഴുതും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിൽ നിന്നും ചില ആലോചനകൾ നമുക്ക് പങ്കുവെക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ജയിക്കുന്നവനുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ് ആ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവിടെ നിന്നും 4 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും എന്നുള്ളതാണ്. അപ്പോൾ ജയിക്കുന്നവനെ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും. തൂണ് ശക്തിയെയും സ്ഥിരതയെയും കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാവുന്നതാണ്. ഇരമ്യാ പ്രവചനം 1:18 നാം ഇങ്ങനെ വായിക്കുന്നു. ദൈവം ഇരമ്യാവിനോട് അരുളിച്ചെയ്യുന്ന വാക്കുകളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ ഇന്ന് നിന്നെ സർവ്വദേശത്തിനും യഹൂദ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും ദേശത്തിലെ ജനത്തിനും നേരെ ഉറപ്പുള്ളൊരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രമതിലും ആക്കിയിരിക്കുന്നു. ഈ വേദഭാഗത്തു നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ ഉറപ്പുള്ള ഒരു പട്ടണവും ഇരുമ്പ് തൂണും താമ്രമതിലും ആക്കിയിരിക്കുന്നു. ആരെ? ഇരമ്യാവിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഗലാത്യലേഖനം 2:9 നമുക്ക് കാണുവാൻ കഴിയുന്നു. യാക്കോബും കേഫാവും യോഹന്നാനും യെരൂശലേം സഭയുടെ തൂണുകളായി എണ്ണപ്പെട്ടിരുന്നവരുടെ കൂട്ടത്തിൽ അവിടെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയുന്നു. തൂണ് ശക്തിയെയും സ്ഥിരതയെയും കാണിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പഴയ നിയമത്തിലേക്ക് നാം തിരിയുമ്പോൾ ശലോമോന്റെ ദേവാലയത്തിൽ 2 തൂണുകൾ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വലത്തെ തൂണിന് യാക്കീൻ, അവൻ സ്ഥാപിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ഇടത്തെ തൂണിന് ബോവസ്, അവൻ എൻ്റെ ബലം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവൻ സ്ഥാപിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ഥിരതയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 2, അവൻ എൻ്റെ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പിനെ, ശക്തിയെ കാണിക്കുന്നു. 2 രാജാക്കന്മാർ 7:15 മുതൽ 22 വരെയുള്ള വാക്യത്തിലാണ് നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നത്.
ഫിലദൽഫിയ സഭയിലെ ജയാളിക്ക് അനുയോജ്യമായ ഒരു വാഗ്ദത്തമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൻ്റെ 8-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവമക്കളെ സംബന്ധിച്ച് ഈ ലോകത്തിൽ അവർ ശക്തി കുറഞ്ഞവരാണ് എങ്കിലും സ്വർഗത്തിൽ ദൈവം അവരെ സ്ഥിരതയോടെ നിലനിൽക്കുകയും ശക്തിയുള്ള തൂണാക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. ഇന്ന് ദൈവമക്കളെ സംബന്ധിച്ച് ദുർബലർ എന്ന് ലോകം വിധി എഴുതും എങ്കിലും അന്ന് സ്വർഗത്തിൽ അവർ ശക്തന്മാരായും ഉറപ്പുള്ളവരായും സ്ഥിതി ചെയ്യും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3:12 പറയുന്നത് പോലെ അവൻ ഒരിക്കലും അവിടെ നിന്ന് ഓടിപ്പോവുകയില്ല. അപ്പോൾ അത് ആ സ്ഥിരതയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, ദൈവം ഇപ്പോൾ സഭയുടെ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവസഭയുടെ ഓരോ ഭാഗങ്ങളും വിശ്വാസികളാണ്, ഓരോ ദൈവമക്കളാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യത്തിലും 1 കൊരിന്ത്യർ 3-ാം അധ്യായം 17-ലും 6-ാം അധ്യായം 19-ലും ദൈവസഭയുടെ പ്രധാനപ്പെട്ടതും സ്ഥിരമായിട്ടുള്ളതുമായ ഒരു അടിസ്ഥാനത്തെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ആ ഉറപ്പുള്ള ആയിരിക്കുന്ന, സ്ഥിരതയുള്ളതായിരിക്കുന്ന ആ തൂണാണ് വിശ്വാസികളായിരിക്കുന്ന ദൈവമക്കൾ എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ സഭയുടെ തൂണാണ് അവർ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അവിടെ നമ്മൾ വായിച്ചതുപോലെ അവൻ ഒരിക്കലും അവിടെ നിന്ന് പോവുകയില്ല. ദൈവത്തിന് സ്തോത്രം. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ നാമം എഴുതും എന്നുള്ളതാണ്. നമുക്കറിയാം, പുരാതന കാലത്ത് അടിമകളുടെ മേൽ യജമാനൻ്റെ പേർ എഴുതുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇത് ഉടമസ്ഥതയെ കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. യെശയ്യാ പ്രവചനം 48:8 ഞാൻ യഹോവ, അതുതന്നെ എൻ്റെ നാമം. യഹോവ എന്നാൽ സ്വയംഭൂ എന്നാണ് എന്ന് അർത്ഥമാക്കാം. ഇത് ഉടമസ്ഥതയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ യഹോവയുടെ നാമം നമ്മുടെ മേൽ എഴുതും എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സത്യം, ദൈവമക്കൾക്ക് ദൈവവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തെയാണ് ഇവിടെ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇനിയും മൂന്നാമതായിട്ട് നമ്മൾ വായിക്കുന്നത്, പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമം എഴുതും. പുതിയ നിയമ വിശ്വാസികളെല്ലാം ദൈവസഭയിലെ അംഗങ്ങളാണ്. അവർ എല്ലാവരും പുതിയ യെരൂശലേമിൽ പ്രവേശിക്കുകയും അവിടുത്തെ നിവാസികളായിരിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ദൈവവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഫിലിപ്പി ലേഖനം 3:20 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പം നമ്മെ സംബന്ധിച്ച് നാം സ്വർഗീയ പൗരന്മാരാണ് എന്നുള്ളത് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപ്പാട് 21:2 നമ്മൾ വായിക്കുന്നു, പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുന്നതായി ഞാൻ കണ്ടു. അപ്പോൾ അവിടെ പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം മണവാട്ടിയെ പോലെ എന്നുള്ളത് നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ അവിടെ പുതിയ യെരൂശലേം എന്ന എൻ്റെ ദൈവത്തിൻ്റെ നഗരത്തിൻ്റെ നാമം നമ്മുടെ മേൽ എഴുതും, ദൈവമക്കളുടെ മേൽ എഴുതും എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. ഇനിയും അടുത്തതായിട്ട് അവിടെ നമ്മൾ വായിക്കുന്നു, എൻ്റെ പുതിയ നാമവും എഴുതും എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 22:4 നമ്മളിങ്ങനെ വായിക്കുന്നു, അവർ അവൻ്റെ മുഖം കാണും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ എഴുതും, നെറ്റിയിലിരിക്കും എന്ന് നമ്മൾക്ക് അവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും. വെളിപ്പാട് പുസ്തകം 14:1 നമ്മൾ വായിക്കുന്നു, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്നു. അവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്നത് അവൻ്റെ നാമം അവനോടുകൂടെ
നെറ്റിയിൽ അവൻ്റെ നാമവും എഴുതിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത് എൻ്റെ പുതിയ നാമവും എഴുതും എന്നുള്ളതാണ്. അപ്പോൾ പുതിയ നാമം എന്തായിരിക്കുമെന്ന് ഇപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. അത് ഭാവിയിൽ കർത്താവിനോടുകൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ അനുസരിച്ച് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: അവൻ്റെ കണ്ണ് അഗ്നിജാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ പുതിയ നാമം അത് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. എന്നാൽ സ്വർഗത്തിൽ നമുക്കത് ദൈവം വെളിപ്പെടുത്തി തരും എന്നുള്ളതാണ് നമുക്ക് ഈ വേദഭാഗത്ത് നിന്നും മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നാം വായിച്ചതായ ഈ വേദഭാഗങ്ങളിൽ 4 പ്രാവശ്യം നമുക്ക് എൻ്റെ എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവമക്കൾക്ക് കർത്താവുമായിട്ടുള്ള ആ ഉറ്റ ബന്ധത്തെ, ദൈവവും ഞാനുമായിട്ടുള്ള ആ ബന്ധം, ദൈവവും ദൈവമക്കളുമായിട്ടുള്ള ആ ബന്ധം, അതിൻ്റെ ദൃഢതയാണ് നമുക്ക് കാണിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.